വണക്കം. ഉത്തർപ്രദേശിലെ ഉള്ളുകളികൾ. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ മാറ്റാൻ പോകുന്നു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് പടിയിറങ്ങും. ഉത്തർപ്രദേശിൽ BJP സ്ഥാനം യോഗി ആദിത്യനാഥ് ഒഴിയും എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളിൽ കൊഴുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത്? BJP നേതാക്കൾക്കിടയിൽ ഉത്തർപ്രദേശിൽ ഒരു ഭിന്നതയുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് യോഗി ആദിത്യനാഥിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭിന്നതയാണ് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനു പിന്നിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു ചരടുവലി കൂടെയുണ്ട് എന്നാണ് പല പ്രമുഖ നിരീക്ഷകന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദി നേരിട്ടാണ് യോഗി ആദിത്യനാഥിന് നേരെ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് പല പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിശകലനം അല്ലെങ്കിൽ നിരീക്ഷണം എന്ന് പറയുന്നത്. ഇനി കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് വരാം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2014 അധികാരമേറ്റു. 2014 അധികാരമേറ്റു. അതിലും ശക്തമായി 2019 നരേന്ദ്രമോദി തിരിച്ചു വന്നു. നരേന്ദ്രമോദി 2019 തിരിച്ചു വന്നപ്പോഴും 2014 അധികാരമേറ്റപ്പോഴും RSSും നരേന്ദ്രമോദിയും ഒരുമിച്ച് ചക്കരയും പീരയും പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ 2019 എവിടെയോ നരേന്ദ്രമോദിയുടെ കടിഞ്ഞാൺ RSSന്റെ കയ്യിൽ നിന്നും വിട്ടുപോയി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 2019 നരേന്ദ്രമോദി വലിയ ഒരു എൻറ്റിറ്റിയായി RSSന് മുകളിലേക്ക് വളഞ്ഞൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് കൃഷ്ണനും അർജുനനും എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് ഞാൻ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ വന്ന് RSSകാരി നിന്നോട് നേരിട്ട് പറഞ്ഞോടാ ഡാഷ് മോനെ എന്നൊക്കെയാണ് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം RSS മേധാവിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി 2024 കേവല ഭൂരിപക്ഷം കിട്ടാതെ 242 സീറ്റിൽ ഒതുങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, RSSന് മോദിയുടെ ഗ്യാരണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല. RSSന് നരേന്ദ്രമോദിയുടെ ഭഗവാനാകാനുള്ള ഇമേജ് ഇഷ്ടപ്പെട്ടിട്ടില്ല. RSSന് നരേന്ദ്രമോദി നോബൽ സമ്മാനം വാങ്ങിക്കാനായി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ അടുത്ത ദിവസം പറഞ്ഞപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും എൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വസ്തുത. പക്ഷേ അങ്ങനെയുള്ളവരെ മാട്ടുസംഖ്യകളായി കണക്കാക്കി ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇനി കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ വരാം. അങ്ങനെ 2019 നരേന്ദ്രമോദി അജയ്യനായിട്ട് വളർന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത് RSSന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് കൃഷ്ണനും അർജുനനും അമിത്ഷായും മോദിയുമല്ല, മറിച്ച് മോദിയും RSSന്റെ തലവനായിട്ടുള്ള മോഹൻ ഭാഗവതുമാണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ തമ്മിലുള്ള ഇക്വേഷൻ തെറ്റിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ മുഴുവൻ ഇക്വേഷനും BJPയുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നരേന്ദ്രമോദിയെ പൂപറിക്കുന്ന ലാഘവത്തോടുകൂടി അടിച്ചൊതുക്കാനും എടുത്തു മാറ്റാനും കഴിവുള്ള ഒരു സംഘടനയാണ് RSS എന്നും ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു വയ്ക്കുകയാണ്. അത് സത്യം തന്നെയാണ്. കാരണം വലിയൊരു ഫാസിസ്റ്റ് നിലപാട് അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നരേന്ദ്രമോദി പോകുന്നത് അത് ആര് പോയാലും RSS അത് അനുവദിച്ചു കൊടുക്കില്ല. നരേന്ദ്രമോദി RSSന് മുകളിലേക്ക് പോകുന്നത് RSSന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് 2024 അടി കിട്ടിയത്. ഇനി ഉത്തർപ്രദേശിലേക്ക് നമുക്ക് വരാം. ഉത്തർപ്രദേശിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്ന വ്യക്തി. ഈ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കേശവ് പ്രസാദ് മൗര്യ ഒരു OBC വിഭാഗക്കാരനാണ്. ഈ OBC വിഭാഗക്കാരനായിട്ടുള്ള കേശവ് പ്രസാദ് മൗര്യ ഉത്തർപ്രദേശിലെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടെയായിരുന്നു. സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഈ കേശവ് പ്രസാദ് മൗര്യയാണ് അവിടെ BJPയുടെ മുഖ്യമന്ത്രിയാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നത്. 2017 ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് BJP അവിടെ അധികാരത്തിലെത്തിയത്. 403 സീറ്റുള്ളതിൽ 325 സീറ്റും BJP അവിടെ നേടി. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായി. അതിനു മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉത്തർപ്രദേശിൽ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അതിന് പിന്നിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. 2014 ഉത്തർപ്രദേശിൽ അമിത്ഷായ്ക്ക് ചുമതലയുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മാത്രമാണ് 2014 അമിത്ഷായ്ക്ക് ചുമതലയുണ്ടായിരുന്നത്. ഉത്തർപ്രദേശിൽ 2014 അമിത്ഷാ വന്നിറങ്ങിയപ്പോൾ തന്നെ അമിത്ഷായെ അവിടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ പവർ എന്താണെന്ന് അമിത്ഷാ മനസ്സിലാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതായത് അമിത്ഷായ്ക്ക് പോകാൻ പറ്റാത്ത പല സ്ഥലത്തും അമിത്ഷാ എത്തിയത് സൈന്യത്തിൻ്റെയോ പോലീസിൻ്റെയോ സഹായത്തോടു കൂടെയല്ല. യോഗി ആദിത്യനാഥിന് ഉത്തർപ്രദേശിൽ സമാന്തരമായിട്ടുള്ളൊരു സൈന്യമുണ്ടായിരുന്നു. അതിൻ്റെ പേര് യുവവാഹിനി എന്നാണ്. ആ യുവവാഹിനി സംഘടനയിലാണ് യോഗി ആദിത്യനാഥ് പ്രവർത്തിക്കുന്നത്. യോഗി ആദിത്യനാഥ് RSSകാരൻ പോലുമല്ല. യോഗി ആദിത്യനാഥിന് RSS സംഘടനയുമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളത് അന്നത്തെ കാലത്ത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അമിത്ഷായ്ക്ക് അവിടെ പല സ്ഥലത്തും പോകാൻ കഴിയാതെ വന്നപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സൈന്യം ഇറങ്ങി അമിത്ഷായ്ക്ക് കാവൽ നിന്ന് അമിത്ഷായ്ക്ക് എസ്കോട്ട് കൊടുത്ത് പല സ്ഥലത്തും കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ പ്രീതിപ്പെട്ട അമിത്ഷാ എന്ത് ചെയ്തു?
യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആ ഒരു ആക്കം, അതായത് ആ ഒരു നിലപാടിന് ആക്കം കൂട്ടാനായിട്ട് അമിത്ഷായും പറഞ്ഞു യോഗി മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ എന്ന്. ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് കേശവ് പ്രസാദ് മൗര്യ. പുള്ളി ഒരു OBC കാരനാണ്, പുള്ളിക്കാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നരേന്ദ്രമോദി 2018 യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കാൻ ഫോഴ്സ്ഡ് ആവുകയായിരുന്നു എന്നൊരു വാദം കൂടി വേറൊരു ഭാഗത്തുണ്ട്. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ അധികാരമേൽക്കുന്നത് പല രാഷ്ട്രീയ കളികളും കളിച്ചിട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് പോലും കയ്യിൽ നിൽക്കാത്ത രീതിയിൽ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയാകാനായിട്ട് യോഗി ആദിത്യനാഥിന്റെ ആ ഒരു സൈന്യവും ആ ഒരു സജ്ജവും അവിടെയുള്ള MLA-മാരുടെ ആ പവറും തെളിയിച്ച് യോഗി മിണ്ടാതിരുന്നത് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി ഫോഴ്സ്ഡ് ആവുകയായിരുന്നു. അങ്ങനെ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റി. ഒരു സന്യാസി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറുമ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആ ഒരു തീരുമാനം എന്തായിരുന്നു എന്ന് പല ആൾക്കാരും ചോദിക്കുമ്പോഴും അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഇപ്പോൾ വരുന്ന വിശകലനം അനുസരിച്ച് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ യോഗി നല്ല രീതിയിൽ പെർഫോം ചെയ്യില്ല എന്ന് യോഗിയെ അണ്ടർ എസ്റ്റിമേറ്റ് ഇവർ ചെയ്തു. യോഗി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെങ്കിലും ഉത്തർപ്രദേശിൽ യോഗി നരേന്ദ്രമോദിയെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. യോഗി ആദിത്യനാഥ് അവിടെ ക്രമസമാധാന പരിപാലനം കൊണ്ടുവന്നു. യോഗി ആദിത്യനാഥ് 5 കൊല്ലം ഗംഭീരമായിട്ട് ഉത്തർപ്രദേശ് ഭരിച്ച് രണ്ടാമത്തെ ടേം യോഗി ആദിത്യനാഥ് വീണ്ടും വന്നു. ഉത്തർപ്രദേശിലെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അവിടെ 5 കൊല്ലം തികയ്ക്കുന്നത്. അത് യോഗി ആദിത്യനാഥിന്റെ സർക്കാരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം തികയ്ക്കുക മാത്രമല്ല, രണ്ടാമത്തെ ടേം വീണ്ടും യോഗി ആദിത്യനാഥ് അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി അമിത്ഷായെ അങ്ങോട്ട് മാറ്റി നിർത്തി നരേന്ദ്രമോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രിയാകാൻ ആരാണ് യോഗ്യൻ എന്ന ചർച്ചകളിലാണ് യോഗി ആദിത്യനാഥ് അവിടെ ഇടം പിടിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. ഇതും നരേന്ദ്രമോദിയെ അസ്വസ്ഥതപ്പെടുത്തി എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നരേന്ദ്രമോദി യോഗി ആദിത്യനാഥിനെതിരെ ഇപ്പോൾ ഈ പടയൊരുക്കം നടത്തിയിരിക്കുന്നത് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. ഇനി വേറൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, മോദിയുടെ അതായത് മോദി BJP പിടിച്ചടക്കിയതിനു ശേഷമുള്ള രണ്ടാം നിര നേതാക്കളുടെ ഗതി നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും BJP അജയ്യരായി വിരാജിക്കുമ്പോൾ അവിടെ രണ്ടാം നിര നേതാക്കൾ പിന്തള്ളപ്പെടുന്നു എന്ന വലിയ ശക്തമായിട്ടുള്ള ഒരു ആരോപണം BJPക്കുള്ളിൽ തന്നെ ശക്തമായിട്ടുണ്ട്, അമർഷം ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അവരത് പുറത്തു കാണിക്കാത്തത് നാൾക്ക് നാൾ നരേന്ദ്രമോദി പ്രഭാവം വർദ്ധിച്ചു വരികയും രാജ്യത്ത് നരേന്ദ്രമോദി തരംഗം വർദ്ധിച്ചു വരികയും നരേന്ദ്രമോദി തരംഗം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് അതിപ്പോൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ BJPയിൽ അത് തങ്ങൾക്ക് ബാക്ക് ഫയർ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടുമാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി വീഴുന്നു. ആ വീഴുന്നതിൻ്റെ പിറകിൽ RSS ആണ്. അങ്ങനെ നരേന്ദ്രമോദി വീണ അപ്പോൾ മോദിക്കെതിരെ വലിയ രീതിയിലുള്ള പടയൊരുക്കം അങ്ങിങ്ങ് തുടങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമ ബംഗാൾ തന്നെ നമുക്ക് എടുത്തു നോക്കാം. പശ്ചിമ ബംഗാളിലുള്ള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള, അതായത് BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സുഖേന്ദ മജുംദാറും സുവേന്ദു അധികാരിയും തമ്മിൽ അവിടെ തർക്കം നടക്കുകയാണ്. ആ സുവേന്ദു അധികാരി അവിടെ പറയുന്നത് നരേന്ദ്രമോദിയുടെ ടാഗ് ലൈൻ ആയിട്ടുള്ള സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ആ സാധനം തിരിച്ചടിച്ചു. പശ്ചിമ ബംഗാളിൽ നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല. ഇവിടെ പ്രവർത്തകർ മരിച്ചു വീണിട്ടും മോദി തിരിഞ്ഞു നോക്കിയില്ല. പോരാത്തതിന് ഈ സബ്കാ സാത്ത് സബ്കാ വികാസിൽ നിന്നും മുസ്ലിങ്ങളെ എടുത്ത് മാറ്റണം, കാരണം അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് പോലും അവരുടെ വോട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നരേന്ദ്രമോദിക്കെതിരെ വലിയൊരു പടയൊരുക്കം നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടാതെ പിടിച്ചു നിർത്തിയതിൽ സ്തുത്യാർഹമായിട്ടുള്ള പങ്ക്, ഇത് പ്രതിപക്ഷം പറയുന്ന കാര്യമാണ്, പങ്ക് വഹിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം 242 സീറ്റാണ് ഇത്തവണ BJPക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 242 സീറ്റിൽ 33 സീറ്റ് കൂടെ വേണം കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ. ആ സീറ്റ് പോയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് ഇത് പോയതിന് പിന്നിൽ യോഗി ആദിത്യനാഥ് പാലം വലിച്ചതാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ വലിയൊരു പടയൊരുക്കം ഉത്തർപ്രദേശിൽ പല ആൾക്കാരും തുടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. നരേന്ദ്രമോദി വന്നതിന് ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും BJPയിൽ അജയ്യരായി വിരാജിക്കുന്ന ഈ സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിന് രണ്ടാം നിര നേതാവാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ യോഗി ആദിത്യനാഥിന് മോദിയും അമിത്ഷായും രണ്ടാം നിര നേതാക്കളെ അടിച്ചൊതുക്കുന്നതുകൊണ്ട് യോഗിക്ക് തന്നെ അറിയാമായിരുന്നു തനിക്ക് ഇതിൽ വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ യോഗി ആദിത്യനാഥ് സ്വപ്രയത്നത്താൽ വളർന്നു വന്നു. RSSന്റെ സഹായത്തോടു കൂടിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. RSSന്റെ സഹായത്തോടു കൂടെയാണ് യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒരു ബ്രേക്ക് ഇടാനായിട്ട് ശ്രമിച്ചതെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം യോഗി ആദിത്യനാഥ് ഇപ്പോൾ RSSന് പ്രിയങ്കരനാണ് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കഴിഞ്ഞ ദിവസം വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു BJPയുടെ. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുന്ന BJPയുടെ ഉപമുഖ്യമന്ത്രി 2017 UPയുടെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെട്ട് അതിന് ഉടുപ്പും തച്ചിട്ട് നിന്ന ആൾ
അന്ന് വലിയ രീതിയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ആ കേശവ് പ്രസാദ് മൗര്യ യോഗി ആദിത്യനാഥിന് നേരെ ഒരു ഒളിയം പറഞ്ഞിട്ടുണ്ട്. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ യോഗി ആദിത്യനാഥിന് നേരെ അദ്ദേഹം പറഞ്ഞത് ഓർഗനൈസേഷൻ ഈസ് ബിഗർ ദാൻ ദ ഗവൺമെന്റ് എന്നാണ്. അതായത് സംഘടനയാണ് സർക്കാരിനെക്കാട്ടിലും വലുത് എന്നാണ്. കാരണം യോഗി ആദിത്യനാഥിന്റെ പല നിലപാടുകളും സംഘടനയ്ക്ക് അതീതമാണ്, സംഘടനയ്ക്ക് പുറത്തു നിൽക്കുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ യോഗി ആദിത്യനാഥ് ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് നമ്മളെ തകർത്തത് എന്നാണ് വികാരാധീനനായിട്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ഇത് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയുടെ 400 പാറാണ്, അഥവാ 400 സീറ്റാണ്. ഈ 400 സീറ്റ് നരേന്ദ്രമോദി പറയുമ്പോൾ അത് കിട്ടില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയത് പ്രതിപക്ഷമല്ല, യോഗി ആദിത്യനാഥാണ്. അത് നരേന്ദ്രമോദിക്കുള്ള ഒരു ഒളിയമ്പായിട്ടാണ്, യോഗി ആദിത്യനാഥിന്റെ ഒരു ഒളിയമ്പായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അത് പറഞ്ഞ് പുറത്തു വന്നതിന് ശേഷമാണ്, അതായത് യോഗി ആദിത്യനാഥ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് RSSന്റെ സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത് ജാർഖണ്ഡിലെ ജുംലയിൽ ഒരു പ്രസ്താവന ഇറക്കിയത്. അതായത് ചില ആൾക്കാർക്ക് ഭഗവാനാകാനാണ് താല്പര്യം, ചില ആൾക്കാർക്ക് അത് കഴിഞ്ഞ് ദേവതയിലേക്ക് പോകണം, ചില ആൾക്കാർക്ക് അത് കഴിഞ്ഞ് വിശ്വരൂപം എടുക്കണം. പക്ഷേ നമുക്ക് മുന്നിൽ എന്താണുള്ളത് എന്നുള്ളത് നമുക്ക് ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ആദിത്യനാഥിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ആദിത്യനാഥ് ഇറക്കിയതിന് സമാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ സർസംഘചാലകം അവിടെ ഇറക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിന് നേരെ വലിയൊരു പടയൊരുക്കം അവിടെ നടക്കുകയാണ്. യോഗി ആദിത്യനാഥിനെതിരെ ആദ്യം കേശവ് പ്രസാദ് മൗര്യയാണ് രംഗത്തെത്തിയത്. പിന്നെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഭൂപേന്ദ്ര സിംഗും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കേശവ് പ്രസാദ് മൗര്യയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് UPയിൽ രജ്പുത്തുകൾ BJPക്ക് എതിരായി. യോഗി എന്ന് പറയുന്നത് രജ്പുത്തുകാരനാണ്. UPയിൽ രജ്പുത്തുകളുടെ പിറകിൽ നിന്നും യോഗി പാലം വലിച്ചു എന്നൊരു ആരോപണം ഏറിൽ നിൽപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് VP സിംഗിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഫൈസാബാദ് തോറ്റത്. അതും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും. അതുകൊണ്ടും രജ്പുത്തുകൾ തിരിഞ്ഞു നിന്നു എന്ന് പറയുന്നുണ്ട്. VP സിംഗിന് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല എന്ന് പല ആൾക്കാരും ചോദിക്കുമ്പോൾ VP സിംഗിന്റെ ഭൂരിപക്ഷം 5 ലക്ഷമാണ് ഉത്തർപ്രദേശിൽ. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വാരണാസിയിൽ 4 ലക്ഷമാണ്. VP സിംഗിന് അവിടെ സീറ്റ് കൊടുത്ത് VP സിംഗിന്റെ ഭൂരിപക്ഷം എങ്ങാനും വർദ്ധിച്ചാൽ അതിൽ സമാനമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടുകയും നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഇമേജിനൊരു ഡാമേജ് വരും. അതായത് നരേന്ദ്രമോദിയുടെ ഈഗോ വർക്കൗട്ടായി എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VP സിംഗിന് സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് വാരണാസിയിൽ നരേന്ദ്രമോദിക്കും അത്ര ഭൂരിപക്ഷം കിട്ടണ്ട എന്ന് പറഞ്ഞ് 4 ലക്ഷം ഭൂരിപക്ഷം യോഗിയും RSSും കൂടെ പ്രവർത്തിച്ച് എന്താക്കി 1.5 ലക്ഷത്തിലേക്ക് ചുരുക്കി. അല്ലെങ്കിലും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതായത് വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം എങ്ങനെ ഇടിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പഠന വിഷയമാണ്. ഇതിനുള്ളിൽ ഒരുപാട് ഉള്ളുകളികൾ ഉണ്ട് എന്ന് പല ആൾക്കാരും അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും പറയുന്നുണ്ട്, അത്യാവശ്യം തെറിയൊക്കെ എനിക്കും കിട്ടുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ കുറെ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ അറ്റാക്കാണ്, അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക്, സൈക്കോളജിക്കൽ മൂവ് എന്നൊക്കെ പറയുക. അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് കേശവ് പ്രസാദ് മൗര്യ ഉത്തർപ്രദേശിൽ ഇറക്കിയിരിക്കുന്നത്. കേശവ് പ്രസാദ് മൗര്യ യോഗി ആദിത്യനാഥിന്റെ ഉന്നം വെച്ചുകൊണ്ട് നേരെ ഡൽഹിയിലേക്ക് പോവുകയും JP നദ്ദയിലേക്ക് പോവുകയും അല്ലെങ്കിൽ അമിത്ഷാ, നരേന്ദ്രമോദി ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയും അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത് വലിയൊരു തിരിച്ചടിയാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ. അതുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞാൻ ഒഴിയാൻ തയ്യാറാണ്. അത് ഒഴിയുക മാത്രമല്ല, പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനായി ഞാൻ പ്രവർത്തിക്കാനും തയ്യാറാണ് എന്നാണ് കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞിരിക്കുന്നത്. കേശവ് പ്രസാദ് മൗര്യയുടെ ഉദ്ദേശം വേറെയാണ്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേശവ് പ്രസാദ് മൗര്യ ഒരു OBC കാരനാണ്. ഇത്തവണ SPക്ക്, അതായത് അവിടെയുള്ള സമാജ്വാദി പാർട്ടിക്കും അഖിലേഷ് യാദവിനും OBC വോട്ടുകൾ ക്രമാതീതമായി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ കേശവ് പ്രസാദ് മൗര്യ ആ OBC വോട്ട് തിരിച്ചു പിടിക്കാനായിട്ട് എന്നെപ്പോലൊരു OBC കാരനെ മുഖ്യമന്ത്രിയാക്കി കൂടെ എന്നുള്ളൊരു ഒളിയമ്പാണ്, അല്ലെങ്കിൽ ഒരു അന്തർധാരയാണ് അതിനകത്തുകൂടെ വർക്കൗട്ട് ആക്കുന്നത് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പല ആൾക്കാരും ഞാനും ഒരാളാണ്. ഇനി OBC വോട്ടുകൾ മാത്രമല്ല, യാദവ് വോട്ടും എന്തിനു പറയുന്നു ദളിത് വോട്ടുകളും SP സമാഹരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ SP ആണ് ഇത്തവണ, അതായത് UPയിൽ BJPക്ക് 33 സീറ്റാണ് ഇത്തവണ ഉള്ളത്. പക്ഷേ SPക്ക് 37 സീറ്റുകളാണുള്ളത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി SP മാറിയത് വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ് BJPയെയും നരേന്ദ്രമോദിയെയും എല്ലാം. അങ്ങനെ UP ആണ് നരേന്ദ്രമോദിയെ ചതിച്ചത് എന്ന് ഉന്നം വെച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ UPയിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇറങ്ങുന്നത്. പക്ഷേ ഒരു 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് യോഗി ആദിത്യനാഥിന് നേരെ ഇപ്പോൾ വലിയൊരു പടയൊരുക്കം അവിടെ വരാനായിട്ടുള്ള സാധ്യത വളരെ 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 കുറവാണ്. കാരണം ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്ന് BJPക്ക് കൃത്യമായിട്ട് അറിയാം. യോഗി അജയ്യനായിട്ട് ഇപ്പോഴും UPയിലെ BJPയിൽ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. RSSുമായിട്ട് യോഗി അടുക്കുന്നതും BJP കേന്ദ്ര നേതൃത്വത്തിന് അത്ര സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല. പക്ഷേ ഈ
അപകടം മനസ്സിലാക്കിയ യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് തൻ്റെ പഴയ സംഘടനയെ എടുത്ത് പുനരുജ്ജീവിപ്പിച്ചെടുത്തു. അതായത് ഞാൻ പറഞ്ഞു യോഗി ആദിത്യനാഥിനൊരു സൈന്യം ഉത്തർപ്രദേശിലുണ്ടെന്നും ആ സൈന്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ യോഗി ആദിത്യനാഥ് അവിടെ നടത്തിക്കഴിഞ്ഞു. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം BJPയുടെ വിശകലന റിപ്പോർട്ട് യോഗി ആദിത്യനാഥിനെ പ്രതിസ്ഥാനത്ത് ചേർത്ത് കൊണ്ടുവന്നത്. അതായത് യോഗി ആദിത്യനാഥിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥ് എടുത്ത ഈ 6 നിലപാടുകളാണ് BJPക്ക് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടാക്കിയതെന്നാണ് BJP പറയുന്നത്. ആ 6 കാരണത്തിൽ ഒരെണ്ണമാണ് സംസ്ഥാന ഭരണത്തിലെ വീഴ്ച എന്ന് പറയുന്നത്. രണ്ടാമത് സംസ്ഥാന ഭരണ തലത്തിലെ ഇടപെടൽ. മൂന്നാമത് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള അതൃപ്തി. നാലാമത് സംവരണത്തിലെ നിലപാട്. അഞ്ചാമത് ചോദ്യപേപ്പർ ചോർച്ച. അടിക്കടി BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ചോദ്യപേപ്പർ ചോരും. അതുകൊണ്ട് ഇത് 5ാമത്തെ തോൽവിക്കുള്ള കാരണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആറാമതെന്ന് പറഞ്ഞാൽ സർക്കാർ പദവികളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മുന്നിട്ട് നിർത്തിയാണ് യോഗി ആദിത്യനാഥിനെ പ്രതിസ്ഥാനത്ത് നിർത്തി റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ പറയാം. അതായത് BJPക്ക് പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ടുള്ള മണ്ഡലങ്ങളായിരുന്നു അയോധ്യയും അമേഠിയും. ഈ അയോധ്യ എന്ന് പറയുന്ന മണ്ഡലത്തിൽ BJP തോറ്റു. അയോധ്യ ഒരു മണ്ഡലമല്ല, ഫൈസലാബാദാണ് മണ്ഡലം. അവിടെ VP സിംഗിന് സീറ്റ് കൊടുത്തില്ല, അങ്ങനെ BJPക്ക് അവിടെ കിട്ടിയില്ല. അത് നരേന്ദ്രമോദിക്കും BJPക്കും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമേഠിയിൽ സ്മൃതി ഇറാനിയായിരുന്നു അവിടുത്തെ MP എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ അവിടെ നിന്നും തോൽപ്പിച്ച് അമേഠിയിൽ സ്മൃതി ഇറാനി 5 വർഷം പ്രവർത്തിച്ച് ജയിച്ചു വന്നതാണ്. പക്ഷേ ഇത്തവണ സ്മൃതി ഇറാനിക്ക് അവിടെ ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ സ്മൃതി ഇറാനി നല്ല രീതിയിൽ പ്രവർത്തിച്ചതായിട്ടുമാണ് അവിടെയുള്ള റിപ്പോർട്ടിലും കാര്യങ്ങളിലും എല്ലാം പറയുന്നത്. പക്ഷേ എങ്ങനെ തോറ്റു എന്നുള്ള ചോദ്യം വലുതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അപ്പുറത്ത് റായ്ബറേലിയിൽ വന്ന് നരേന്ദ്രമോദിയെക്കാട്ടിലും ഭൂരിപക്ഷം ഉണ്ടാക്കി ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അകത്ത് നിന്ന് തന്നെയുള്ള ഒരു ഉള്ളുകളികൾ, ഒരു ആഭ്യന്തര കലഹമാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് നരേന്ദ്രമോദി ഭഗവാനാകാൻ ശ്രമിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു സാധനം മോദി കൊണ്ടുവന്നിരുന്നു. അത് തന്നെ RSSന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. വ്യക്തമായിട്ട് ഇപ്പോൾ സർസംഘചാലകിന്റെ പല പ്രസ്താവനകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പല ആൾക്കാരും ഭഗവാനാവാൻ ശ്രമിക്കുന്നു എന്നാണ് RSSന്റെ സർസംഘചാലക് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഞാൻ ഈ കാര്യം, അതായത് മോദിയുടെ ഗ്യാരണ്ടി RSSന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പല വേട്ടാവളിയന്മാരും കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞത്, നിന്നോട് RSSന്റെ സർസംഘചാലക് നേരിട്ട് വന്ന് പറഞ്ഞോടാ മറ്റവനെ എന്നാണ് എന്നോട് ചോദിച്ചത്. എന്തായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാട്ട് സംഘി ഇനത്തിൽപ്പെടുത്തി അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താവുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അടുത്ത തവണ UPയിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് യോഗി ആദിത്യനാഥ് വരുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു പ്രവർത്തനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, രണ്ടാം നിര നേതാക്കന്മാരെ ഇവർ വച്ചു പൊറുപ്പിക്കില്ല, അല്ലെങ്കിൽ അവരെ ഒതുക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പല BJP നേതാക്കളുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ പല BJP നേതാക്കളിൽ നിന്നും പല പേരെടുത്ത BJP നേതാക്കളുണ്ട്. പക്ഷേ അവരിലെല്ലാം നിന്നും മോദി അമിത്ഷാ എന്ന് പറയുന്ന ഒരു സഖ്യത്തിലേക്ക് മാത്രം BJP ഉയർന്നു പോകുന്ന അല്ലെങ്കിൽ ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. രാജസ്ഥാനിലെ വസുന്ധര സിന്ധ്യ എന്ന് പറഞ്ഞ നേതാവുണ്ട്. അവർ ഭയങ്കര അതൃപ്തിയിലാണ് എന്നറിയാനായിട്ട് സാധിക്കുന്നു. പക്ഷേ BJP പ്രവർത്തകർക്കിടയിലും അവരെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരിയാണ്, അഹംഭാവമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഒതുക്കിയ ഒരു നേതാവിൽ ഒരാളാണ് രാജസ്ഥാനിലെ വസുന്ധര സിന്ധ്യ എന്ന് പറഞ്ഞ നേതാവ്. ഇനി ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ യശ്വന്ത് സിൻഹ, രവിശങ്കർ പ്രസാദ്. മഹാരാഷ്ട്രയിൽ നമുക്ക് ഫട്നാവിസിനെ മാത്രമേ അറിയുള്ളൂ. മഹാരാഷ്ട്രയിലെ വേറെ ഏതെങ്കിലും BJP നേതാവ് നിങ്ങൾക്ക് അറിയാമോ? മഹാരാഷ്ട്രയിൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ളതാണ്. പ്രമോദ് മഹാജനും ഗോപിനാഥ് മുണ്ടയും പോലെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള പല ആൾക്കാരുമുണ്ട്. പക്ഷേ BJPയുടെ നേതാക്കളെയും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗിനെ ഒതുക്കാനും നരേന്ദ്രമോദി ശ്രമം നടത്തി എന്നുള്ളൊരു സംസാരവും വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ആ സമയത്തെ മധ്യപ്രദേശിൽ ഒരു തവണ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെയാണ് ഓപ്പറേഷൻ ലോട്ടസ് നടത്തി BJP തിരിച്ചു വന്നത്. ആ സമയത്ത്, അതായത് ഭരണം നഷ്ടപ്പെട്ട സമയത്ത് പാർട്ടിക്കുള്ളിൽ ഒരു മുറിവുറുപ്പുണ്ടായിരുന്നു. ഇത് നരേന്ദ്രമോദിയുടെ പണിയാണ്. കാരണം തുടർച്ചയായുള്ള ഇത്തരത്തിലുള്ള ശിവരാജ് സിംഗ് ചൗഹാന്റെ ജയങ്ങൾ മോദിക്കൊരു ഭീഷണിയാകും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പരിപാടി ചെയ്യുന്നത് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അന്ന് നിരീക്ഷിച്ചിരുന്നു. ഇനി ഈ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ കേന്ദ്ര നേതൃത്വം കാര്യമായിട്ടൊരു ഇടപെടൽ നടത്തും. അതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിനും വേണ്ടിയിരുന്നത്. കാര്യമായിട്ടൊരു ഇടപെടൽ നടത്തും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ ഇടപെടൽ യോഗി ആദിത്യനാഥിന് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത്രയ്ക്കൊരു വൻമരമായിട്ട് യോഗി ആദിത്യനാഥ് അവിടെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞു. യോഗി വിചാരിച്ചാൽ എന്തും ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 80 സീറ്റുകൾ ലോക്സഭാ സീറ്റുകൾ, 403 നിയമസഭാ സീറ്റുകൾ, ഇത്തരത്തിലുള്ള ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു സന്യാസി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിൽ നിന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് BJPക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ BJP റൂട്ട് ലെവൽ, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വീണ്ടും കെട്ടിപ്പടുത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്
നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് യോഗി ആദിത്യനാഥിനെ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് പാർട്ടി എങ്ങനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ BJP ഇതെങ്ങനെ ഈ കാര്യങ്ങളെ അടിച്ചൊതുക്കും, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യും എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഒരു സ്ഥലത്ത് RSS, ഒരു സ്ഥലത്ത് യോഗി ആദിത്യനാഥ്, ഒരു സ്ഥലത്ത് നരേന്ദ്രമോദി ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു റീലോഞ്ചിന് വേണ്ടി നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ ഒരു അമാനുഷിക പരിവേഷം നരേന്ദ്രമോദിയിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. കർണനിൽ നിന്ന് കവച കുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോഴുള്ളത്. അതിന് നരേന്ദ്രമോദിക്ക് രാജ്യത്ത് സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങൾ നടത്തി കയ്യടി നേടുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പാർട്ടിയിൽ നരേന്ദ്രമോദി തിരിച്ച് അതിശക്തനായിട്ട് തൻ്റെ നഷ്ടപ്പെട്ട ഇമേജ് ആദ്യം പാർട്ടിക്കുള്ളിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമഫലമായിട്ടാണ് BJPയെ അല്ലെങ്കിൽ മോദിയെ കാലിവാരിയ ഉത്തർപ്രദേശിൽ നിന്ന് അത് തുടങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ, പിന്നെ കുണാന്നൊന്നും പറയരുത്. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.